ഇപ്പോൾ പിണറായി വിജയൻ പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച വാക്കുകളൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അംഗീകരിക്കാനും കഴിയുന്നില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലെ ഒരു അതുകൊണ്ടാണ് പരനാറി ഇന്ന് പ്രയോഗം അങ്ങനെ നമ്മൾ മുൻപ് അഭിപ്രായം കേട്ടിട്ടുള്ളതാണ്. പ്രകടിപ്പിക്കേണ്ടി ആ വന്നത്. പ്രയോഗം 2 തവണ ആവർത്തിക്കുമ്പോഴും NK പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പ്രയോഗമായിരുന്നു. അത് ചെറ്റത്തരം എന്ന വാക്ക് ഒരു രാഷ്ട്രീയ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിലെന്താണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. അത് ആവർത്തിച്ചതിൻ്റെ തുടർച്ചയായി സുധാകരൻ ഉണ്ടായിരിക്കുന്ന ഗംഭീര വിജയം നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അത് വ്യക്തിപരമായി ഞാൻ അതിനൊരു ഒരു 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 കാരണം കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ അത് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, പിണറായി വിജയൻ ഒരു വെറും ഒരു ആളല്ലല്ലോ, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവിടെയാണ് ഞാനിപ്പോൾ ഈ വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അനഭിലഷണീയമായ വാക്കുകൾ, പ്രയോഗങ്ങൾ അത് പിണറായി വിജയനെ പോലെ സമാരാധ്യനായ ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു 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 അവേർഷനുണ്ട്. അത്ര ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡ് എത്ര കിലോമീറ്റർ പണിതു എന്നൊക്കെ എല്ലാം അപ്പുറത്ത് നമുക്ക് ഒരു സന്തുഷ്ടി നൽകുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം അത് സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതിന് പകരം ആരെയാണ് ഇതൊക്കെ പറയുന്നത്? ആരെങ്കിലും വഴിപോക്കരെയല്ലല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ചീത്ത വിളിക്കുന്നതൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരെയാണ്. ഏറ്റവും ഒടുവിൽ അത് സുധാകരനായി എന്നേ ഉള്ളൂ. അതിനുള്ള മറുപടി ജനം കൊടുത്തു. അതിനപ്പുറത്ത് ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനു മുമ്പ് ബിഷപ്പുമാരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ സന്ദർഭത്തിലും MM മണിയെപ്പോലെ ഒരു വാക്ക് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളതല്ല ഇവിടെ. MM മണി അത് നമ്മൾ വിട്ടുകളയാം നമുക്ക്. പക്ഷേ നമ്മെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ അന്തരീക്ഷത്തെ, പൊതു അന്തരീക്ഷത്തെ സംശുദ്ധമാക്കി വയ്ക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തി കൂടിയാണ്.